ഹലോ, ഹായ്. താങ്ക് യു സോ മച്ച് ഫോർ ക്ലിക്കിംഗ് ഓൺ ദിസ് വീഡിയോ. ഞാൻ നാട്ടിൽ കൊച്ചിയിലൊരു കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. അവിടെ റിസൈൻ ചെയ്തിട്ട് ഇപ്പോൾ ബാംഗ്ലൂർ വന്ന് ഹസ്ബൻഡിൻ്റെയും മോൻ്റെയും കൂടെ നിൽക്കുകയാണ്. ഹസ്ബൻഡ് ഇവിടെ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. സോ നാട്ടിൽ പേരൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് കുറേ കാര്യങ്ങൾ ഭയങ്കര ഈസി ആയിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ എല്ലാം ചെയ്യുന്നതിൻ്റെ ഒരു ഫേസാണ്. പിന്നെ ഒരു വർക്കിംഗ് വുമണിൽ നിന്ന് ഹോം മേക്കറായിട്ട് ഇപ്പോൾ ഇരിക്കുന്നതിൽ എനിക്കങ്ങനെ വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. അതുപോലെ തന്നെ ഉണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞാലേ ഇറ്റ്സ് എ ബിഗ് ലൈ. എനിക്ക് ആ ഫേസ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ബട്ട് മോനെ ആഫ്റ്റർനൂൺ ഡേ കെയറിൽ നിർത്തണം എന്ന് വിചാരിക്കുമ്പോൾ എൻ്റെ മോം ഗിൽറ്റ് അങ്ങോട്ട് സമ്മതിക്കുന്നില്ല. സോ ഇപ്പോൾ ഒരു ബ്രേക്കിലാണ്. കുറച്ച് നാളത്തേക്ക് എല്ലാം ഒന്ന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഐ ഗോ ബാക്ക് ടു വർക്ക്. അങ്ങനെയാണ് ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. സോ കൊച്ചിയിലായിരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കുക്കിംഗ് ചെയ്യും എന്നല്ലാതെ എല്ലാ നേരവും കുക്ക് ചെയ്യേണ്ട ആവശ്യം അവിടെ ഇല്ല. കാരണം അവിടെ അമ്മമാരുണ്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ അമ്മയുണ്ട്, സണ്ണിയുടെ വീട്ടിൽ സണ്ണിയുടെ അമ്മയുണ്ട്, പിന്നെ സഹായിക്കാൻ ചേച്ചിയുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ കുക്കിങ്ങിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ തലേദിവസം ആലോചിച്ച് ഡിസൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് ഗ്രോസറീസൊക്കെ ഉണ്ടോ എന്ന് നോക്കി വെക്കേണ്ട കാര്യമില്ല. ഇല്ലെങ്കിൽ മേടിച്ച് വെക്കണതൊക്കെ അമ്മ ഇല്ലാത്ത സാധനങ്ങൾ പറഞ്ഞാൽ നമ്മൾ മേടിച്ചാൽ മതി. അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ എന്ത് കുക്ക് ചെയ്യണം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് ഇതൊക്കെ അമ്മയുടെ ഡിപ്പാർട്ട്മെൻ്റായിരുന്നു. സോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ ഇതൊരു റൊട്ടീനായിട്ട് വരുന്നതേ ഉള്ളൂ. ഇതിന് അത്യാവശ്യം വേണ്ടത് ഇസ് എ ഗുഡ് ടൈം മാനേജ്മെൻറ്റ് ആൻഡ് സ്മാർട്ട് പ്ലാനിങ്. അതിലത്ര പ്രോ ആയിട്ടൊന്നുമില്ല, എന്നാലും യൂസ്ഡ് ആകുന്നതേ ഉള്ളൂ. പിന്നെ എൻ്റെ ഏറ്റവും വലിയ വിഷമം എന്താണെന്ന് പറഞ്ഞാൽ ഇന്നെനിക്കൊരു മൂഡില്ല, എനിക്കിന്നൊരു ബ്രേക്ക് എടുക്കണം എന്ന് പറഞ്ഞൊരു ലീവ് എടുക്കാനേ പറ്റില്ല. ബിക്കോസ് ഒരു ചെറിയ ആൾ എന്നെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈ വീട്ടിലുണ്ട്. വലിയ ആൾ പിന്നെ നോക്കിക്കോളും, പുള്ളിയുടെ കാര്യം തന്നെ മാനേജ് ചെയ്തോളും സംഭവം. പക്ഷേ ചെറിയ ആൾ നമുക്കങ്ങനെ വിഷമിപ്പിക്കാൻ പറ്റില്ലല്ലോ. വീട്ടിൽ നിന്നപ്പോൾ ഉള്ള ആ സപ്പോർട്ട് സിസ്റ്റം, ദാറ്റ് ഈസ് എ ബ്ലെസ്സിങ്. ഇടയ്ക്ക് ബ്രേക്ക് എടുക്കാനും പിന്നെ പീസ്ഫുള്ളി ഒരു ഡേറ്റിന് പോകാനും അതൊക്കെ പറ്റിയിരുന്നു. മോനെ പേരൻസിൻ്റെ അടുത്താക്കിയിട്ട് പോയാൽ മതിയല്ലോ, നമ്മൾക്ക് ഒന്ന് ചുറ്റിക്കറങ്ങിയൊക്കെ വരാനൊക്കെ പറ്റും. ഇതിനു മുന്നേ ഒരു കാലം ഉണ്ടായിരുന്നു, ജീവിക്കാൻ തന്നെ ഇത്രയും പണിയെടുക്കേണ്ടി വരും എന്ന് തിരിച്ചറിയാത്തൊരു കാലം. തുണി അലക്കി ഉണങ്ങി വരും, എടുത്തിട്ടാൽ മതി, ഫുഡ് കഴിക്കുന്ന നേരം ആകുമ്പോൾ ടേബിളിൽ വന്നിരുന്നാൽ മതി. അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മളറിയാതെ തന്നെ ചെയ്തു വന്നിരുന്ന ഒരു കാലം. പിന്നെയല്ലേ സത്യാവസ്ഥ മനസ്സിലായത്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ദിസ് ഈസ് മൈ ഹോം നൗ, ഞങ്ങളുടെ മാത്രം ലോകമാണ്, ഞങ്ങൾക്ക് അത്ര ഫ്രീഡം ഉണ്ട് ഇവിടെ. ആൻഡ് ഇതൊക്കെ വി റിയലി എൻജോയ്. എങ്ങനെയുണ്ടായിരുന്നു റൈഡ്? ഇന്ന് നല്ല പൊടിയുണ്ടോ? ചില സൺഡേയ്സ് സണ്ണി ഒരു റൈഡിന് പോകാറുണ്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട്. പുള്ളിയുടെ ഒരു ബ്രേക്ക് അങ്ങനെയാ. പിന്നെ ഈ വീട്ടിലെ ജോലികളൊക്കെ ഉണ്ടല്ലോ, ഇതിനൊക്കെ റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഫുഡ് കുക്ക് ചെയ്യാനാണ് കേട്ടോ. ആൻഡ് ദ വേഴ്സ്റ്റ് തിങ്, ഞാൻ വിചാരിച്ചത് എനിക്ക് പ്ലേറ്റ് ഒക്കെ വാഷ് ചെയ്യുന്നതാണെന്നാണ്, പക്ഷെ അതിലും താഴെ റേറ്റിംഗ് പോയത് തുണി ഉണക്കാനാണ്. എൻ്റെ അമ്മേ, അലക്കി വന്ന തുണി എടുത്ത് വിരിക്കാൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല, അത്രയ്ക്ക് ഇഷ്ടമല്ല. സോ അത് ഞാൻ ഹസ്ബൻഡിന് കൊടുത്തു. പണ്ട് ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് കുക്കിംഗ് മാത്രമേ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇത് മോനൊക്കെ ഉണ്ടാവുന്നതിന് മുന്നേ ഒരു കാലത്ത് ഞങ്ങൾ ബാംഗ്ലൂർ ഉണ്ടായിരുന്ന സമയത്ത് കേട്ടോ. സോ വാഷിംഗ് പ്ലേറ്റ്സ്, ക്ലീനിങ്, തുണി വാഷിംഗ് മെഷീനിൽ ഇടുന്നത്, അത് ഉണക്കാൻ വിരിക്കുന്നത്, ഇതൊക്കെ പുള്ളി ചെയ്തോളും. അതായത് ക്ലീനിങ് ഫുൾ പുള്ളിയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്. ആണെന്നല്ല, ആയിരുന്നു. ഇപ്പം തുണി ഉണക്കാനിടുന്നതും പിന്നെ സ്ലൈറ്റ് ക്ലീനിങ് മാത്രമേ സണ്ണി ചെയ്യുള്ളൂ. അത് പുള്ളിയുടെ കയ്യിൽ വെച്ചിട്ട് കിച്ചൺ ഫുള്ള് എനിക്ക് എഴുതി തന്നു. ഈ സാധനങ്ങളൊക്കെ മേടിച്ചതേ അതിൻ്റെതായ ജാറിലും ബോക്സസിലൊക്കെ ഇട്ട് വെച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ എന്തോ മറന്നല്ലോ, എന്തോ ശരിയല്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, രാവിലെ മേടിച്ച ഗ്ലാസ് ജാറുകൾ ഉണ്ടല്ലോ, അത് കഴുകി വെക്കാൻ മറന്നുപോയി. അപ്പൊ പിന്നെ എന്ത് ചെയ്തു, ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി നിർത്തിയിട്ട് ഞാൻ അതൊക്കെ വാഷ് ചെയ്ത് പുറത്ത് ബാൽക്കണിയിൽ ഉണക്കാൻ വെച്ചു. ഇങ്ങനെയാണോ നിങ്ങളും? എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു കാര്യം ഓർത്തിട്ട് അത് ചെയ്യാൻ പോകും, അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വേറൊരു സാധനം ചെയ്തില്ലല്ലോ എന്ന് ഓർത്തിട്ട് അത് ചെയ്യാൻ പോകും.
അങ്ങനെ പോയി ഒരു ജോലിയും കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല. ഇതെന്റെ റെസൊല്യൂഷൻസിൽ ഒരെണ്ണമായിരുന്നു കേട്ടോ. ഒരു ജോലി കംപ്ലീറ്റ് ആയിട്ട് മാത്രമേ അടുത്ത ജോലിയിലേക്ക് കടക്കാവുള്ളൂ. അപ്പൊ ഇത് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതോടെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. നാട്ടിൽ നിന്നപ്പോൾ ഡെയിലി കുക്കിങ്സ് ഒക്കെ കുറവായിരുന്നെങ്കിലും എക്സ്പെരിമെന്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അതിനേക്കാൾ ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കി കഴിച്ചിട്ട് 10 പേരെന്നെ പൊക്കി പറയുന്നത്. പാടുന്നു. സോ ഇടയ്ക്ക് പുതിയ ഐറ്റംസ് ട്രൈ ചെയ്യാറുണ്ട്. ബട്ട് ബേക്കിംഗ് അത്ര വശമില്ല. ഞാൻ വിചാരിച്ചു പതിയെ ബേക്കിംഗിലേക്ക് കാലെടുത്ത് വെക്കാമെന്ന്. ഇവിടെ വീക്ക്ലി വൺസ് എങ്കിലും ബ്രെഡ് മേടിക്കും. എന്തുകൊണ്ട് ബ്രെഡ് ഉണ്ടാക്കാൻ പഠിച്ചുകൂടാ എന്നൊരു ഉൾവിളി. എന്റെ ഉൾവിളികൾ അങ്ങനെ ഇങ്ങനെയൊന്നും പഴക്കാറില്ല. സോ ട്രൈ ആക്കി. ആദ്യം തന്നെ ഹെൽത്തി റാഗി ബ്രെഡ്. സോ അതിന്റെ ഡോ റെഡിയാക്കി മാറ്റി വെച്ചു. ഹെൽത്തി ബോൺവിറ്റ അടുത്തത്. കമോൺ. യെസ്, പറഞ്ഞ പോലെ ഇത് ഹെൽത്തി ബോൺവിറ്റ ആണ്. ബിക്കോസ് ഞങ്ങളത് പുറത്തുനിന്ന് മേടിക്കാം. മറയൂർ ശർക്കരയാണ് കേട്ടോ. ഞാനത് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാ. അപ്പോൾ അത് ഉപയോഗിച്ചാണ് ഞാൻ ചെയ്യുന്നത്. ശർക്കര തീർന്നായിരുന്നു, അത് റീഫില്ല് ചെയ്യാണ്. സോ ആദ്യം തന്നെ സീഡ്സും നട്ട്സും ഒക്കെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കണം. പംകിൻ ആൻഡ് വാട്ടർമെലൺ സീഡ്സ് ആണ് ഞാൻ എടുത്തത്. അത് ആദ്യം റോസ്റ്റ് ചെയ്തു. പിന്നെ മഖാന എടുത്തു, അത് റോസ്റ്റ് ചെയ്തു. പിന്നെ ബദാം, കാഷ്യൂ, വാൾനട്ട് ഇത് മൂന്നും റോസ്റ്റ് ചെയ്യണം. ഇത് ഓൾറെഡി റോസ്റ്റ് ചെയ്ത് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഈ സ്മൂതി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ജസ്റ്റ് 1-2 സ്പൂൺ വെച്ചിട്ട് ആഡ് ചെയ്യും. ഈസി ആണല്ലോ. ചെയ്യുമ്പോൾ ഇങ്ങനെ പൊടിയണത് ഇതാണ് കേട്ടോ അതിൻ്റെ പാകം. ഇങ്ങനെ പൊടിഞ്ഞ് വരണം, അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര സോഗി ആയിട്ടിരിക്കും. റോസ്റ്റ് ചെയ്തതെല്ലാം ചൂടുമാറാൻ വേണ്ടി മാറ്റി വെച്ചതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് ക്യാരറ്റും മാംഗോയും ഒക്കെ ഒന്ന് കട്ട് ചെയ്തു. അപ്പോൾ ബാക്ക് ടു അവർ ബോൺവിറ്റ. അതിൽ മഖാന പൊടിച്ചത്, നട്ട്സ് പൊടിച്ചത്, സീഡ്സ്, പിന്നെ റാഗി പൗഡർ, ജാഗറി പൗഡർ ആൻഡ് കൊക്കോ പൗഡർ ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്താൽ മാത്രം പോരാ, നമ്മൾ സ്ഥലമൊക്കെ നല്ല വൃത്തിയാക്കി വെക്കണം. അത് മാത്രമല്ല നമ്മളിത് നന്നായിട്ട് അരിച്ചെടുക്കണം. കാരണം ഈ ശർക്കരയൊക്കെ ഇടുന്നതുകൊണ്ട് അതിൽ ചെറിയ എന്താ പറയുക കല്ല് പോലെയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് തന്നെയല്ല, നമ്മൾ സ്മൂത്തായിട്ട് ബോൺവിറ്റ നന്നായിട്ട് മിക്സ് ആവണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ വലിയ കഷ്ണങ്ങൾ ഉണ്ടാവരുത്. പിള്ളേർക്ക് കടിക്കാനും ഇഷ്ടമുണ്ടാവില്ല. ഈത്തിന് ഇഷ്ടമല്ല കേട്ടോ. സോ ഞാനൊന്ന് അരിക്കും, അപ്പം നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും. ഇത് നമ്മൾ സ്മൂതി ഉണ്ടാക്കുമ്പോൾ ഇടാനും അടിപൊളിയാണ് കേട്ടോ. ഞാൻ സ്മൂതി ഉണ്ടാക്കുമ്പോൾ ഇടാറുണ്ട്. ഞാനും ഇടയ്ക്ക് ബോൺവിറ്റ കലക്കി കുടിക്കാറുണ്ട്. നമുക്കും നല്ലതാണ് ഇടയ്ക്ക് കഴിക്കാനായിട്ട്. ഇന്ന് ലഞ്ചിന് നമ്മൾ ഇന്നലത്തെ കറികൾ തന്നെ എടുത്തത്. അതുകൊണ്ട് ഇന്ന് ലഞ്ച് കുക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ലാവിഷായിട്ട് ഞാൻ ചില്ല് ചെയ്തുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തത് കേട്ടോ. ഈ ചായയുടെ കടുപ്പം കണ്ടോ, നല്ല കടുപ്പമുള്ള ചായ. എനിക്ക് നല്ല കടുപ്പമുള്ള ചായ ഇഷ്ടം. പക്ഷേ ഹസ്ബൻഡിന് ഒരുപാട് കടുപ്പം അത്ര ഇഷ്ടമല്ല. ബട്ട് എനിക്ക് കടുപ്പം വേണമല്ലോ. സോ ഞാൻ നല്ല കടുപ്പത്തിൽ ചായ ഇടാറുള്ളൂ. അതങ്ങനെയാണ്. നേരത്തെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയായിരുന്നു. ഞാൻ ബോൺവിറ്റ 2 പാത്രത്തിലാക്കി വെച്ചത് എന്താണെന്നറിയോ? ഒരെണ്ണം ഡെയിലി എടുക്കുമ്പോഴേ വല്ല നനഞ്ഞ സ്പൂണോ വല്ലതും ഇട്ടിട്ട് നമ്മളെങ്ങാനും എടുത്തിട്ട് അത് ചീത്തയായ ഫുൾ ബാച്ചേ ചീത്തയായി പോയില്ലേ. സോ കുറച്ച് എല്ലാ ദിവസവും എടുക്കാൻ വേണ്ടി ഞാൻ ചെറിയ പാത്രത്തിലാക്കി വെക്കും. ആൻഡ് ഇത് ഫ്രിഡ്ജിൽ തന്നെ വെക്കണം കേട്ടോ, മാറ്റി വെക്കുകയേ ചെയ്യരുത്. ഇവിടെ പരിപാടി അവതരിപ്പിച്ചു. കൊട്ട പാത്രം ഉണ്ട് കഴുകാനായിട്ട്. ഇന്ന് ഭയങ്കര സ്ലോ ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തത്. പ്രത്യേകിച്ച് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. സോ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ഡോ ആണിത്. ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതുപോലെ എടുത്ത് ഗ്രീസ് ചെയ്ത ബേക്ക് ചെയ്യേണ്ട പാനിലേക്ക് ആക്കിയിട്ട് വീണ്ടും നനഞ്ഞ തുണിയിട്ട് മൂടി ഒരു 45 മിനിറ്റ് കൂടെ വെക്കണം. ആക്ച്വലി ഇത് പൊങ്ങി വരുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാട്ടോ. ഒരു സാറ്റിസ്ഫൈങ് സംഭവമാണിത്. അത് ഭയങ്കര സന്തോഷമാവും. ഇനി ബേക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാവോ എന്തോ. ചോറിൽ മിക്സ് ചെയ്ത് തരാൻ പോണേ. തൈരും ചോറും ഫിഷ് ഫ്രൈ മിക്സ് ആക്കി തരാം. നീ കാണുപോലുമില്ല. ഈത്തൻ്റെ ഡിന്നർ ടൈം എത്തി. ഒരു 7-നും 7:30ക്കും ഇടയിൽ നമ്മൾ ഡിന്നർ കൊടുക്കും. എന്നാലേ പുള്ളീനെ നേരത്തെ സൈഡാക്കാൻ പറ്റുള്ളൂ. സോ ഇതാണ് ഞാൻ ക്യാരറ്റും മാംഗോയും കട്ട് ചെയ്തുകൊണ്ടിരുന്നില്ലേ, അതിൻ്റെ പിക്കിൾ ഇടുന്നത്. ഈ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. എന്നാലും ഇതിൻ്റെ അകത്ത് ഞാനൊരു അബദ്ധം കാണിച്ചത് എന്താണെന്നറിയോ? ക്യാരറ്റും മാംഗോയും ഒന്നിച്ചിടരുത്. ആദ്യം ക്യാരറ്റ് ഇട്ട് ഇതിൻ്റെ തിള വന്ന് കഴിയുമ്പോൾ തന്നെ മാംഗോ ഇട്ടിട്ട് അതങ്ങ് വെക്കണം. അപ്പോൾ മാംഗോ അതിൽ കിടന്ന് ആവശ്യത്തിന് വെന്തോളും. അപ്പോൾ ക്യാരറ്റും അതിൻ്റെ പാകത്തിന് വേവ് വന്നോളും. പക്ഷെ ഞാനിത് ഒന്നിച്ചിട്ടു. എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് കടിക്കാൻ കിട്ടണം, അതാണ് ഉദ്ദേശം. പിന്നെ ഞാൻ ഷടയിൽ നിന്ന് പോയി കുളിച്ചിട്ട് വന്നിട്ട് ബ്രെഡ് ബേക്ക് ചെയ്യാൻ വെച്ചു. അതാണ് പക്ഷേ എത്ര ലേറ്റ് ആയാലും ഈ സാധനം ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നോക്കൂ,
സ്വീറ്റ്. പിക്കിള് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. ബട്ട് ബ്രെഡ് ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല. എൻ്റെ ഉൾവിളി അത്ര അങ്ങോട്ട് ശരിയായില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കണക്കിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു, വെള്ളം കുറച്ച് കൂടിപ്പോയി എന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെയായിരുന്നു. പിന്നെ അടി കുറച്ച് സോഗിയായിരുന്നു, വെന്തിട്ടുണ്ടായിരുന്നു. സോ ഞാനത് കറക്റ്റായിട്ട് പഠിച്ചിട്ട് ചെയ്ത് ഹിറ്റായിട്ട് ഞാനത് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.